Dear students, റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന ഹിസ്റ്ററി ചാപ്റ്ററിൻ്റെ മറ്റ് രണ്ട് റെവല്യൂഷനുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ചാണ്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സ്, ഒരുപാട് ഫുട്ബോൾ ടീമുകൾ ഉൾക്കൊള്ളുന്ന കോണ്ടിനെൻ്റാണ് ലാറ്റിൻ അമേരിക്ക. ഫുട്ബോൾ അല്ലാതെ മറ്റേതൊക്കെ പ്രത്യേകതകളാണ് ലാറ്റിൻ അമേരിക്കയിലുള്ളത്? There is a poem given in your textbook which written by Pablo Neruda. He was a very famous poet. വളരെ പ്രസിദ്ധനായ കവിയായ പാബ്ലോ നെരൂദയുടെ ഒരു കവിത അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കവിത വായിക്കുന്ന സമയത്ത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്ക വാസ് അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു കോണ്ടിനെൻ്റാണ് ലാറ്റിൻ അമേരിക്ക. ദ പീപ്പിൾ ഫ്രം ലാറ്റിൻ അമേരിക്ക ദേ കൾട്ടിവേറ്റഡ് ദ മൈസ്. അവരവിടെ ചോളം കൃഷി ചെയ്തിരുന്നു. റിയർഡ് ദ ഷീപ്സ്, ആടുകളെ ഇണക്കി വളർത്തിയിരുന്നു. അക്വയർഡ് ദ വെൽത്ത് ത്രൂ ട്രേഡ്, വ്യാപാരത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ സമ്പന്നമായിരുന്ന ഈ ലാറ്റിൻ അമേരിക്കയെ യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളായ സ്പെയിനും പോർച്ചുഗീസും കോളനിയാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, മോസ്റ്റ് ഓഫ് ദ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇസ് സ്പാനിഷ്. ഒട്ടുമിക്ക ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലെയും ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജസ്, റിലീജിയൻസ് ആൻഡ് കസ്റ്റംസ്. സ്പെയിനും പോർച്ചുഗീസും അവരുടെ മതവും ഭാഷയും ആചാരരീതികളും അവിടെ പ്രചരിപ്പിക്കുകയാണ്. ബിൽഡ് ഹൗസ് ആൻഡ് ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. വീടുകളും ക്രിസ്തീയ ദേവാലയങ്ങളും സ്പാനിഷ് സ്റ്റൈലിൽ നിർമ്മിക്കുകയാണ്. സെവറൽ സ്കൂൾ വെർ എസ്റ്റാബ്ലിഷ്ഡ്. ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയാണ് യൂറോപ്യൻ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി. ദ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ് ആൻഡ് ക്രോപ്സ് വെർ ഇൻട്രഡ്യൂസ്ഡ്. സ്പാനിഷ് കൃഷി രീതിയും അവിടെ കൃഷി ചെയ്തിരുന്ന ക്രോപ്സും ഈ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുകയാണ്. ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ്. യൂറോപ്പിൽ നിന്നും പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് കടന്നു വരികയാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ ഫ്രം ലാറ്റിൻ അമേരിക്ക സഫേർഡ് അലോട്ട് ഡ്യൂ ടു ദ കൊളോണൈസേഷൻ ഓഫ് സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ്. വാട്ട് വെർ ദ മിസറീസ്? എന്തൊക്കെയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ? ലാറ്റിൻ അമേരിക്കൻ ജനങ്ങൾ സ്പെയിനിൻ്റെയും പോർച്ചുഗീസിൻ്റെയും കോളനിവൽക്കരണത്തിലൂടെ എന്തൊക്കെ ദുരിതങ്ങളാണ് നേരിട്ടത്? ലൂട്ടഡ് ദ റിസോഴ്സസ് ആൻഡ് വെൽത്ത്. ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ വിഭവങ്ങളും അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ അടിമകളാക്കി മാറ്റി. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വാസ് എൻഫോഴ്സ്ഡ് ടുവേർഡ്സ് ദ നേറ്റീവ്സ് ഓഫ് ഓൾ വാക്സ് ഓഫ് ലൈഫ്. ലാറ്റിൻ അമേരിക്കൻ ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വർഗവിവേചനം സ്പെയിനും പോർച്ചുഗീസും അടിച്ചേൽപ്പിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കക്കാരെ മറ്റൊരു ജനവിഭാഗമായി അവർ കരുതുകയാണ്. അടിമകളെപ്പോലെ അവർ കരുതുകയാണ്. ഒരിക്കലും തങ്ങളിൽ ഉൾപ്പെട്ടവരല്ല ലാറ്റിൻ അമേരിക്കക്കാരെന്ന് യൂറോപ്യന്മാർ കരുതി അവരെ മാറ്റി നിർത്തപ്പെടുകയാണ്. സ്പെയിനിൻ്റെയും പോർച്ചുഗീസിൻ്റെയും കോളനിവൽക്കരണത്തിൽ പൊറുതുമെട്ടിയ ജനങ്ങളെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കിടയിൽ നിന്നും 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉയർന്നു വരികയാണ്. അവരുടെ നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾ വിപ്ലവം നടത്തുകയും സ്പെയിനിൽ നിന്നും പോർച്ചുഗീസുകളിൽ നിന്നും വിമോചിതരാവുകയാണ്. ആരൊക്കെയാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷന് നേതൃത്വം കൊടുത്ത ആ പ്രധാനപ്പെട്ട നേതാക്കന്മാർ? ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് സൈമൺ ബൊലീവർ. രണ്ടാമത്തെ വ്യക്തി ഫ്രാൻസിസ്കോ മിറാണ്ട. തേർഡ് വൺ ജോസ് ഡി സാൻ മാർട്ടിൻ. ഇവരുടെ നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് റഷ്യൻ റവല്യൂഷനാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു പ്രധാനപ്പെട്ട റവല്യൂഷനാണ് റഷ്യൻ റവല്യൂഷൻ. ലോകത്തിന് മുന്നിൽ പുതിയൊരു കാഴ്ചപ്പാട് തന്നെ മുന്നോട്ട് വെച്ച റവല്യൂഷനാണ് റഷ്യൻ റവല്യൂഷൻ. എന്തിനധികം നമ്മുടെ കേരളത്തിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട റവല്യൂഷനാണ് റഷ്യൻ റവല്യൂഷൻ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഫ്രം റഷ്യൻ റവല്യൂഷൻ. ടെക്സ്റ്റ് ബുക്കിനകത്ത് റഷ്യയിലെ പ്രസിദ്ധ എഴുത്തുകാരനായ മാക്സിം ഗോർക്കിയുടെ ദ മദർ എന്ന പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൊടുത്തിട്ടുണ്ട്. ആ മദർ എന്ന പുസ്തകത്തിലെ ക്യാരക്ടറിൻ്റെ ഒരു ചെറിയ സ്പീച്ചാണ്. ഈ സ്പീച്ച് വായിക്കുന്നതിലൂടെ നമുക്ക് റഷ്യയിലെ തൊഴിലാളികൾ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. സർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ തൊഴിലാളികൾ തീർത്തും അസ്വസ്ഥരായിരുന്നു. വാട്ട് വർ ദ ഡിമാൻഡ്സ്?
that put forwarded by the Russian workers. Abolish the private property system. സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കണം. എവ്രി വൺ ഹാസ് ടു വർക്ക്. റഷ്യയിൽ എല്ലാവരും ജോലി ചെയ്യണം. കുറച്ച് ആൾക്കാർ മാത്രം ജോലി ചെയ്യുകയും മറ്റുള്ളവർ ആജ്ഞ നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം റഷ്യയിൽ നിന്നും മാറണം എന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുകയാണ്. അതോറിറ്റി, പീപ്പിൾ ആൻഡ് വർക്കേഴ്സ്. ജനങ്ങൾക്കും തൊഴിലാളികൾക്കും അധികാരം ലഭിക്കണം. പ്രൊഡക്ഷൻ കൺട്രോൾ ബൈ പീപ്പിൾ. ഉൽപ്പാദനം നിയന്ത്രിക്കേണ്ടത് ജനങ്ങളാണ്, അല്ലാതെ മുതലാളിമാരല്ല. ഇത്തരം അവകാശങ്ങൾ അവരെന്ത് ചെയ്യുകയാണ്, ഇത്തരം ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയാണ്. സോ from this speech we can understand these things, and before we have to understand what were the circumstances that led the people to demand. എന്തൊക്കെയാണ് ഈ ഡിമാൻഡ് മുന്നോട്ട് വെക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? First you should understand that farmers and factory workers in Russia led a tragic life under the autocracy of Tsarist emperors who ruled the India. റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും വളരെ പരിതാപകരമായ ജീവിതമായിരുന്നു സർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ നയിച്ചിരുന്നത്. അതുമാത്രമല്ല, ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. മോറോവർ, ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. വളരെ കുറഞ്ഞ കാർഷികോൽപാദനം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഭൂമിയില്ലാത്തവർ പോലും വലിയ നികുതി അടക്കണമായിരുന്നു. അതേപോലെ തന്നെ അടുത്തതാണ് ഇൻഡസ്ട്രിയൽ കൺട്രോൾ. എന്താണ്? തോ റഷ്യൻ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, ദർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ. ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾ ദ മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദെയർ. റഷ്യ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്, പക്ഷേ അവിടെ വ്യാവസായിക ഉൽപ്പാദനം വളരെ കുറവാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറവാണ്. മോസ്റ്റ് ഓഫ് ദ റിച്ച് മൈൻസ്, മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് were controlled by the foreigners. റഷ്യയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക വ്യവസായങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഫോറിനേഴ്സ്, വിദേശികളായിരുന്നു. ഈ അവസ്ഥയായിരുന്നു റഷ്യയിലുണ്ടായിരുന്നത്. ഈ അവസ്ഥയിലാണ് അവിടുത്തെ തൊഴിലാളികൾ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, റഷ്യ സറിസ്റ്റ് ചക്രവർത്തിമാരുടെ കീഴിൽ വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ സം റൈറ്റേഴ്സ് ലൈക്ക് ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ്, ആൻഡൻ ചെക്കോവ്, മാക്സിം ഗോർക്കി, ദി ഡെപിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദ റഷ്യ. നമ്മൾ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നതാണ്. ഒരുപാട് പരിഭാഷകൾ. ലിയോ ടോൾസ്റ്റോയൊക്കെ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, ആൻഡൻ ചെക്കോവും ഇവാൻ തുർഗനോവും മാക്സിം ഗോർക്കിയൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരാണ്. റഷ്യൻ നോവലുകളും റഷ്യൻ കഥകളും എന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ദാരിദ്ര്യത്തിൻ്റെ തീക്ഷ്ണമായ മുഖങ്ങളായിരിക്കും എല്ലാ കഥകളിലും നോവലുകളിലും തെളിഞ്ഞു കാണുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് ദ കണ്ടീഷൻ, ഇറ്റ് വാസ് ദ പ്ലൈറ്റ് ഓഫ് റഷ്യ. ഇതായിരുന്നു റഷ്യയുടെ അവസ്ഥ. ആ ദാരിദ്ര്യത്തിൻ്റെ വികൃതമായ മുഖം ജനങ്ങൾക്ക് മുന്നിൽ ഈ എഴുത്തുകാർ തുറന്നു കാണിച്ച് റഷ്യയിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും പട്ടിണിയിലാണ് എന്നവരുടെ കഥകളിലൂടെയും നോവലുകളിലൂടെയും ജനങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ദ കോൺസെപ്റ്റ്സ് ഓഫ് കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏഞ്ചൽ. മാർക്സിസ്റ്റ് ഐഡിയോളജീസ്, കാൾ മാർക്സിൻ്റെയും അതേപോലെ തന്നെ ഫ്രെഡറിക് ഏഞ്ചൽസിൻ്റെയും കോൺസെപ്റ്റുകൾ അവിടുത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. നമുക്കറിയാം, കാൾ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും they were the propagandists of communism, communist ideologies, because you should understand that most of the people who lived in Russia, they were the workers. റഷ്യയിൽ ജീവിക്കുന്ന പരമാവധി ആളുകൾ തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ് റഷ്യക്കകത്ത് വലിയ രീതിയിൽ വേരോട്ടം സൃഷ്ടിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ഐഡിയകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് they started to establish the Soviets or trade unions to find the remedies for the plight of workers. തൊഴിലാളികളുടെ അവസ്ഥയ്ക്കൊരു പരിഹാരമായി ട്രേഡ് യൂണിയൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ലേറ്റർ ദീസ് ട്രേഡ് യൂണിയൻസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി.
അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഈ ഐഡിയോളജി മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ ഇൻഫ്ലുവൻസ്ഡായി ലേറ്റർ ദേ ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി. റഷ്യക്കകത്ത് സർ ചക്രവർത്തിമാർ ഭരിക്കുന്ന റഷ്യക്കകത്ത്, അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത. സർ ചക്രവർത്തിമാർ ഏത് നിമിഷവും റഷ്യക്കാരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജഭരണമാണ്. റഷ്യക്കാർക്കിടയിൽ തന്നെ റഷ്യക്കാരെ ഒറ്റുന്നതിന് വേണ്ടി ഒരുപാട് ചാരന്മാരെ നിയോഗിച്ച ഭരണകൂടമാണ് സർ ചക്രവർത്തിമാർ. അവർക്കിടയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിക്കുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ച് അവർ പ്രവർത്തനം ആരംഭിച്ചു. ബട്ട് ലേറ്റർ ദീസ് സോഷ്യൽ വർക്കേഴ്സ് പാർട്ടി ഫേസ്ഡ് ദ സ്പ്ലിറ്റ്. ഒരു സ്പ്ലിറ്റ് നേരിടേണ്ടി വന്നു. ദാറ്റ് ഡിവൈഡഡ് ഇൻ ടു സ്പ്ലിറ്റഡ് ഇൻ ടു മെൻഷെവിക് ആൻഡ് ബോൾഷെവിക്സ്. മെൻഷെവിക് ലീഡർ ഈസ് നോൺ ആസ് അലക്സാണ്ടർ കെറൻസ്കി. ബോൾഷെവിക്കുകളുടെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ലെനിൻ ആൻഡ് ട്രോട്സ്കി. ലെനിനും ട്രോട്സ്കിയുമായിരുന്നു. മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി വിഭാഗമാണ് മെൻഷെവിക്. ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയാണ്. മെൻഷെവിക് മൈനോറിറ്റി. അന്നും ആ രീതിയിൽ മാച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ബോൾഷെവിക് ഭൂരിപക്ഷം, മെജോറിറ്റി എന്ന രീതിയിൽ മാച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവർ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ സമയത്താണ് 1905 1905 പുതിയ ചില പ്രശ്നങ്ങൾ റഷ്യയിൽ ഉത്ഭവിക്കുന്നത്. റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യൻ ജപ്പാൻ വാർ ഇൻ 1905. 1905 ജപ്പാനുമായി നടന്ന യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഓൺ ജാനുവരി 9. ജനുവരി 9 തൊഴിലാളികൾ പെട്രോഗ്രാഡിലേക്ക് മാർച്ച് നടത്തി. വിത്ത് ദ ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ വേണം, ഭരണകാര്യങ്ങളിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. റഷ്യയിലെ ഈ മോശമായ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടി സാമ്പത്തിക പരിഷ്കരണങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം തൊഴിലാളികൾ റഷ്യയിലെ പ്രധാനപ്പെട്ട നഗരമായ പെട്രോഗ്രാഡിലേക്ക് ജനുവരി 9 1905 മാർച്ച് നടത്തി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാർച്ചിനെതിരെ സർ ചക്രവർത്തിയുടെ ഭരണകൂടം നിറയൊഴിക്കുകയാണ് ചെയ്തത്. ദ മാർച്ച് വാസ് ഫയർഡ്. ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് were massacred. മാർച്ചിന് വെടിയുതിർത്തു. 100 കണക്കിന് ഡെമോൺസ്ട്രേറ്റേഴ്സ്, സമരം ചെയ്യുന്നവർ മരിച്ചു വീഴുകയാണ് ചെയ്തത്. ജാഥയിൽ പങ്കെടുത്ത 100 കണക്കിന് ആൾക്കാരുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഈ ഒരു ഇൻസിഡൻറ്റിനെയാണ് ചരിത്രത്തിൽ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. ബ്ലഡി സൺഡേ നടന്നതിന് ശേഷം ദ സോവിയറ്റ്സ്, which means workers organization, they conducted the massive protest throughout the Russia. റഷ്യയിലുടനീളം വളരെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് സോവിയറ്റുകൾ നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ ലേറ്റർ when the strike gained the massive strength, the emperor was compelled to form a legislative assembly called Duma. സമരം കൂടുതൽ ശക്തമായപ്പോൾ എംപറർ അവസാനം രാഷ്ട്രീയ അവകാശങ്ങൾ അംഗീകരിക്കുകയാണ്. ഡ്യൂമ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് റഷ്യയിൽ രൂപീകരിക്കുകയാണ്. അങ്ങനെ റഷ്യയിൽ ഡ്യൂമ എന്ന് പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിക്കുകയും ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. ഈ സമയത്താണ് 1914 to 1918. നമുക്കറിയാം, ദിസ് ഈസ് ദ ടൈം ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയമാണ് 1914 മുതൽ 18 വരെ. ആൻഡ് റഷ്യ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കുകയാണ്. ഇഗ്നോറിങ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ഡ്യൂമ. ഡ്യൂമയുടെ പ്രതിഷേധം വകവെക്കാതെ റഷ്യ ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കാളികളാവാൻ തീരുമാനിച്ചു. റഷ്യക്ക് നഷ്ടങ്ങളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നത്. എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വെർ കിൽഡ്. ഫുഡ് ഷോർട്ടേജ് ബിക്കം സിവിയർ ബൈ 1917. ഒരുപാട് റഷ്യയിലെ പട്ടാളക്കാർ വധിക്കപ്പെട്ടു.
ഭക്ഷണമില്ലായ്മ കൂടുതൽ ശക്തമായി. 1917 ഒന്നാം ലോക യുദ്ധം അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ റഷ്യയിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അതിരൂക്ഷമായി. ആൻഡ് തൗസൻഡ്സ് ഓഫ് വുമൺ മാർച്ച്ഡ് അലോങ് ദ സ്ട്രീറ്റ്സ് ക്ലാമറിംഗ് ഫോർ ബ്രെഡ്. ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെട്രോഗ്രാഡിലേക്ക് ഒരുപാട് സ്ത്രീകൾ മാർച്ച് നടത്തി. ഈ മാർച്ചിനെ പട്ടാളക്കാർ ആദ്യം നേരിട്ടെങ്കിലും പിന്നീട് ഈ മാർച്ചിനൊപ്പം അവർ കൂടി ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർത്തുകൊണ്ട്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും ഓർത്തുകൊണ്ട് അവരും ഈ മാർച്ചിനൊപ്പം പങ്കുചേരുകയാണ്. റഷ്യൻ പട്ടാളക്കാരും സ്ത്രീകളും അടങ്ങുന്ന ഈ ഒരു കൂട്ടം ദേ ക്യാപ്ചേർഡ് ദ പെട്രോഗ്രാഡ്. അവർ പെട്രോഗ്രാഡ് കീഴടക്കി. ആൻഡ് നിക്കോളാസ് സെക്കൻഡ് were thrown out. നിക്കോള സെക്കൻഡിനെ കിരീട സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്. ആൻഡ് എ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി. അലക്സാണ്ടർ കെറൻസ്കി, മെൻഷെവിക്കുകളുടെ ലീഡറായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടു. ഇതിനെയാണ് ചരിത്രത്തിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഫെബ്രുവരി റവല്യൂഷൻ മാർച്ചിലാണ് നടന്നത് എങ്കിലും റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരിയിലാണ്. റഷ്യൻ കലണ്ടർ നമ്മുടെ ലോകത്ത് പിന്തുടർന്നു പോകുന്ന കലണ്ടറിനേക്കാൾ കുറച്ച് പിന്നിലാണ്. അതുകൊണ്ട് അത് ഫെബ്രുവരി റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. അങ്ങനെ സർ ചക്രവർത്തിമാരെ പുറത്താക്കി മെൻഷെവിക്കുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് റഷ്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു വിഭാഗമുണ്ട്, ബോൾഷെവിക്സ്. ദേ ഡിഡ്ന്റ് അഗ്രീഡ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് അലക്സാണ്ടർ കെറൻസ്കി. അലക്സാണ്ടർ കെറൻസ്കിയുടെ ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ അവർ അംഗീകരിച്ചില്ല. മിസ്റ്റർ ലെനിൻ, ഹി ഹാഡ് ബീൻ ഇൻ സ്വിറ്റ്സർലാൻഡിലായിരുന്ന ലെനിൻ നാട്ടിലേക്ക് വരുന്നു. അദ്ദേഹം ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ വലിയ രീതിയിൽ എതിർക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം സോവിയറ്റുകളും ബോൾഷെവിക്കുകളും ഒരുമിച്ച് ചേരുകയാണ്. സോവിയറ്റ് ഡിഡ് നോട്ട് അപ്രൂവ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. ലെനിൻ സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. സോവിയറ്റുകളും ബോൾഷെവിക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ്. അവർ പ്രചരിപ്പിക്കുകയാണ് ഓൺലി പ്രോലിറ്റേറിയൻസ്, തൊഴിലാളികൾ, ഓൺലി പ്രോലിറ്റേറിയൻസ് government could eradicate centuries old economic backwardness and inequality. തൊഴിലാളികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിന് മാത്രമേ റഷ്യയിൽ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോകുന്ന ദാരിദ്ര്യത്തിനും അസമത്വവും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നവർ പറഞ്ഞു പരത്തുകയാണ്. ദേ പുട്ട് ഫോർവേഡ് സം ഡിമാൻഡ്സ്. അവർ കുറച്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുകയാണ് അലക്സാണ്ടർ കെറൻസ്കിയുടെ ഗവൺമെൻറ്റിന് മുന്നിൽ. ഒന്നാമത്തത് വിഡ്രോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യയെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവലിക്കുക. സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്. പ്രഭുക്കന്മാർ കൈയടക്കി വെച്ചിരുന്ന ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വീതിച്ചു നൽകുക. മെയ്ക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഇന്ന് വിദേശികൾ കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ടറികളെ, സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ടറികളെ പൊതു ഉടമസ്ഥതയ്ക്ക് കീഴിൽ, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക. ഇതായിരുന്നു അന്ന് ലെനിൻ അലക്സാണ്ടർ കെറൻസ്കിക്ക് മുന്നിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇൻ ഒക്ടോബർ 1970 ദ ബോൾഷെവിക് ഓർഗനൈസ്ഡ് ആർമഡ് റിബല്യൻ. കെറൻസ്കി ഫ്ലഡ് ഫ്രം റഷ്യ. റഷ്യയിൽ നിന്നും കെറൻസ്കിയെ നാടുകടത്തി. 1917 ബോൾഷെവിക്കുകൾ ഒരു ആയുധ കലാപം നടത്തിയപ്പോൾ ഇതിനെയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് ബോൾഷെവിക്കുകൾ ദേ അറ്റൈൻഡ് ദ പവർ. അവർ റഷ്യയുടെ അധികാരം പിടിച്ചെടുക്കുന്നു. ദെൻ സോവിയറ്റ്സ് വാർ ഹെൽഡ് ആൻഡ് ക്യാബിനറ്റ് വാസ് ഫോംഡ്, ലെനിൻ ആസ് ഇറ്റ്സ് ഹെഡ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഈ അധികാരം പിടിച്ചെടുത്ത സോവിയറ്റുകൾ ഒരു ക്യാബിനറ്റ് രൂപീകരിക്കുകയും ലെനിൻ അതിൻ്റെ തലവനായി നിൽക്കുകയും ചെയ്യുകയാണ്. ഇതിനെയാണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 1917 ഒരു ആർമഡ് റിബല്യൻ
അലക്സാണ്ടർ കെറൻസ്കിയുടെ ഗവൺമെൻറ്റിനെതിരെ നടക്കുകയും ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുക്കുകയും അലക്സാണ്ടർ കെറൻസ്കിയെ റഷ്യയിൽ നിന്ന് നാടുകടത്തുകയും പിന്നീട് ബോൾഷെവിക്കുകൾ ഒരു ക്യാബിനറ്റ് രൂപീകരിച്ച് ലെനിൻ ബിക്കെയിം ദ ലീഡർ ഓഫ് ദാറ്റ്, ലെനിൻ അതിൻ്റെ നേതാവാവുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം റഷ്യയിൽ വരികയാണ്. ഇതാണ് നമുക്ക് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട റവല്യൂഷനാണ് റഷ്യൻ റവല്യൂഷൻ്റെ ഇടയിൽ നമുക്ക് കേട്ട പേരുകൾ. ഒന്ന് ഫെബ്രുവരി റവല്യൂഷൻ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഫെബ്രുവരി റവല്യൂഷൻ, അനദർ വൺ ഒക്ടോബർ റവല്യൂഷൻ. ഈ രണ്ട് റവല്യൂഷനുകളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ദീസ് വാസ് ദ റിസൾട്ട്സ് ഓഫ് ദ റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ലെനിൻ പറഞ്ഞതുപോലെ തന്നെ റഷ്യ വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും നമ്മുടെ റഷ്യയെ പിൻവലിച്ചു. സീസർ ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പെസൻസ്. കൃഷിഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വീതിച്ചു നൽകി. ഗീവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പൊതു ഉടമസ്ഥതയ്ക്ക് പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം നൽകി. ആൻഡ് ഇൻട്രഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. കേന്ദ്രീകൃത ആസൂത്രണം റഷ്യയിൽ നടപ്പിലാക്കി. ഇതാണ് പിന്നീട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുടർന്നു പോകുന്നത്. അച്ചീവ്ഡ് ദ ഡെവലപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കോണമി. ശാസ്ത്രത്തിലും സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും പുത്തൻ നേട്ടങ്ങൾ റഷ്യ ഈ വിപ്ലവത്തിന് ശേഷം കൈവരിക്കുകയാണ്. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഫോഴ്സ് ഇൻ 1924. 1924 റഷ്യയിൽ പുതിയ ഒരു ഭരണഘടന നിലവിൽ വന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. റഷ്യയിലുണ്ടായിരുന്ന ഒരുപാട് സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR എന്ന പേരിൽ പിന്നീട് റഷ്യ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൽ മുഴുനീളം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് റഷ്യൻ റവല്യൂഷൻ വഴിയൊരുക്കുകയാണ്. ഇതാണ് റഷ്യൻ റവല്യൂഷനിൽ ഉണ്ടായ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എന്ന് പറയുന്നത്. So, this is the portion that Latin America and Russian Revolution. We have discussed some important facts related to Latin America and Russian Revolution, and it's completed. Thank you very much.